ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ യൂട്യൂബ് വീഡിയോ സീരീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DeFi റെൻഡർ നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ DeFi റെൻഡർ പഠിക്കാം, എന്തുകൊണ്ട് DeFi റെൻഡർ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറേ പാർട്ടായിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടിൽ DeFi റെൻഡറിൻ്റെ കഴിവ്, അതായത് കേപ്പബിലിറ്റീസ് എന്തായിരിക്കും എന്ന് കാണിക്കണം, അതേ ഉള്ള ഉദ്ദേശം. അടുത്ത പാർട്ടിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ആദ്യമായിട്ട് DeFi റെൻഡർ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ പ്രോ വെർഷൻ ഉപയോഗിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പ്രോ വെർഷന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ $30 പ്രോ വെർഷൻ വരുന്നത് ഒരു മാസത്തേക്ക്. ഇന്നത്തെ പ്രൈസ് പ്രകാരം 2500 രൂപയ്ക്ക് വരും. 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലോഡ് മോഡൽസ് ഉണ്ടാവും, മെറ്റീരിയൽസ്, പാർട്ടിക്കിൾസ്, അങ്ങനെ പല പരിപാടികളും കിട്ടും. അതുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പ്രോ വെർഷൻ ഉപയോഗിക്കേണ്ട, ഫ്രീ ഉപയോഗിക്കണമെങ്കിൽ ഫ്രീ ഉപയോഗിക്കാം. ഫ്രീ ഡൗൺലോഡുമാണ്. ഈ പ്രോ വെർഷൻ നിങ്ങൾക്ക് വേണം യൂസ് ചെയ്ത് അറിയണം. 2500 കൊടുക്കുന്നതിന് മുന്നേ ഇത് കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് നിങ്ങൾ സൈനപ്പ് ചെയ്താൽ 5 ദിവസത്തേക്ക് പ്രോ വെർഷൻ കിട്ടുന്നതാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പ്രോ വെർഷൻ അവർ കൊടുക്കുന്നതെന്ന്. ഇല്ല, ഫ്രീ തന്നെ മതിയെങ്കിൽ അത് മതി. അതിലും 16K ഇമേജ് വരെയൊക്കെ റെൻഡർ ചെയ്യാം. ഫ്രീ വെർഷനിൽ 1000 മോഡൽസൊക്കെ ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റെവിറ്റിലോ സ്കെച്ചപ്പിലോ അതോ 3ds Max ബ്ലെൻഡറോ അങ്ങനെ ഏതെങ്കിലും ഒരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരാളാണ്, പക്ഷേ മോഡലിങ്ങിനപ്പുറത്തേക്ക് റെൻഡറിങ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ, ഞാൻ അങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളാണ്. എന്തുകൊണ്ട് റെൻഡറിങ് ചെയ്തുകൂടാ? കാരണം റെൻഡറിങ് കുറച്ച് പാടാണെന്നാണ് പൊതുവെ പറഞ്ഞറിഞ്ഞത്. നമ്മൾ നോക്കിയപ്പോൾ ലൂമിയോൺ ഉണ്ട്, വീറെ എക്സ്റ്റൻഷൻ ഉണ്ട്, സ്കെച്ചപ്പിനാണെങ്കിലും റെവിറ്റിനാണെങ്കിലും, ട്വിൻ മോഷൻ എസ്കേപ്പ്, അങ്ങനെ പല അൺറിയൽ എൻജിൻ, പല റെൻഡറിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കണം, ഏതെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചൊന്ന് എക്സ്പെർട്ട് ആവണം എന്നൊക്കെ നോക്കി നടന്ന് ലൂമിയോണൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര പാടാണ് എന്നൊക്കെ മനസ്സിലായി. അപ്പം അങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിൽ അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല സോഫ്റ്റ്വെയർ ഉണ്ടോ, കുറച്ച് സിസ്റ്റത്തിൽ കുറച്ച് ഹെവി അല്ലാത്ത, അധികം പെർഫോമൻസ് ഇല്ലാത്തൊരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഈ DeFi റെൻഡറിൽ പരിചയപ്പെടുന്നതും പിന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ നിങ്ങളിപ്പോൾ നമുക്ക് റെവിറ്റിൽ തന്നെ റെൻഡർ ചെയ്യാൻ വേണമെങ്കിൽ, സ്കെച്ചപ്പിലാണെങ്കിൽ വീറെ എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്തൊക്കെ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ വളരെ മോശമാണ്. നമുക്കൊരിക്കലും അതൊരു ഫൈനൽ ഔട്ട്പുട്ടായിട്ടൊരു ക്ലയൻറ്റിനെ കാണിക്കാനോ, നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി അതിൽ പോസ്റ്റ് ചെയ്യാനോ മാത്രം ഗുണമുള്ള കിട്ടില്ല, റെൻഡേഴ്സ് കിട്ടില്ല. വീറയിൽ കിട്ടും, പക്ഷെ നമ്മൾ ഒരുപാട് പണിയെടുക്കണം, നല്ല പണിയാണ് അതിൽ ചെയ്യാൻ. അപ്പോൾ അതിന് പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ DeFi റെൻഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പണിയെടുക്കാണ്ട് നല്ല റെൻഡർ കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് കാണിച്ചിട്ടാണ് ഞാനിപ്പോൾ ആദ്യത്തെ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കെച്ചപ്പ് മോഡൽ, ഈ ഒരു സൈറ്റ് sketchupcgtips.org എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ഞാൻ ഒരു ബെഡ്റൂമിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ മോഡൽ കണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു മോഡേൺ ബെഡ്റൂമാണ്. ഈ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നുണ്ട്, എല്ലാം ഫ്രീ ആണ് ഈ സൈറ്റിൽ. ടച്ചപ്പും വീറെ 6 മച്ച് ഉപയോഗിച്ച ഉണ്ടാക്കിയ ഫോട്ടോസാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ചപ്പ് മോഡൽ നമുക്ക് ഈ ലിങ്ക് അങ്ങ് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കാം. നേരെ ഗെറ്റ് ലിങ്ക് അടിക്കുക, ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ വൺ ഡ്രൈവ് എല്ലായിരിക്കും, അവിടെ നിന്ന് നേരെ ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്ക്. ഇതാണ് ആ മോഡൽ അവരുടെ, ഉണ്ടല്ലോ ഒരു സ്കെച്ച് മോഡൽ ബെഡ്റൂം, സിമ്പിൾ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡലിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക സെറ്റപ്പിൽ, ഇനി റെൻഡർ ചെയ്യണം. ഇപ്പോൾ DeFi റെൻഡർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് കാണിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ D5ന് നമുക്ക് നേരെ അതിനെ കണക്ട് ചെയ്തെടുക്കാം. ലൈവ് സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ പറയുന്നതാണ്. ഇപ്പോൾ തൽക്കാലം നേരെ കാണിച്ചു തരാൻ വേണ്ടി കണക്ട് ടു D5 എടുക്കുന്നു. ഓണാവട്ടെ. ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് നമുക്ക് തുടങ്ങാം. സിംഗിൾ ലോക്കൽ പ്രൊജക്റ്റൊക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത പാർട്ടിലൊക്കെ പറയുന്നതാണ്. ഒരു പുതിയ പ്രൊജക്റ്റായിട്ട് തുടങ്ങിയിട്ട് ഓപ്പണായി വരട്ടെ.
ഇവിടെ വന്നു, നമ്മുടെ മോഡൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് കാണാൻ വേണ്ടി ഞാൻ ഫ്ലൈ ഇടുകയാണ്. ഫ്ലൈ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സീനൊന്നും വന്നിട്ടില്ല. സ്കെച്ചപ്പിൽ ആ മോഡലിൽ കുറേ സീൻസൊക്കെ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സെൻഡ് സീൻസ് എന്നുള്ള ഓപ്ഷൻ അടിക്കുന്നു. ഇതേ സീനെല്ലാം വന്നിട്ട് ഇനി അത് തൽക്കാലം ഏതെങ്കിലും ഒരു സീൻ എടുത്ത് നോക്കിയാൽ ബെഡ്റൂം ആ മോഡലിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അത് നോക്കണ്ട, നമ്മളുണ്ടാക്കുന്ന മോഡൽ എപ്പോഴും പക്കയായിരിക്കും. ഇപ്പോൾ അതെ ബെഡ്റൂം എത്തിയല്ലോ. ഇനി നമുക്ക് ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം കൊള്ളാം. ഞാൻ ആ ഫോക്കൽ ലെങ്ത് മാറ്റിയിട്ട് അത്യാവശ്യം കാണാൻ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലുക്കുണ്ട്. നേരെ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഓപ്പൺ ആക്കിയൊരു മോഡലാണ് ഈ കാണുന്നത്. ഇതിനെ നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സ്കെച്ചപ്പിലുള്ള മെറ്റീരിയലൊക്കെ ഉണ്ട്, ക്ലാരിറ്റി ഇല്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു മാർഷലിൻ്റെ ഒരു സ്പീക്കറൊക്കെ ഇരിപ്പുണ്ട്. ഇതൊരു ലൈറ്റായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഓവറോൾ കാണുമ്പോൾ നമ്മളൊരു പണിയെടുക്കാണ്ട് തന്നെ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. റെൻഡർ ചെയ്യാൻ പണിയെടുത്തിട്ടില്ല, മോഡലിലാക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ തൽക്കാലം കുറച്ച് അസറ്റ്സ് എന്ന് പറയുന്നുണ്ടോ 2031 മെറ്റീരിയലുണ്ട് നമുക്ക്, പ്രൊവർഷനുണ്ട് കേട്ടോ. തൽക്കാലം നമ്മുടെ ഫാബ്രിക്കിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഗ്രേ കളർ തൽക്കാലം ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ സ്ട്രെച്ച് ചെയ്ത് 5 കുഴപ്പമില്ല. വേണമെങ്കിൽ കുറച്ച് കളറൊന്ന് ഡാർക്കാക്കാം, ഇച്ചിരി ഡാർക്കായിട്ടിട്ട്. ഓക്കെ, ഇത് ആ പില്ലോ ആകെ നാശമായിരിക്കുന്നത്, അതും ഞങ്ങൾക്ക് എന്തായാലും വൈറ്റ്. ഓക്കെ, ഇതും കൊടുക്കാം, വലിയ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും തൽക്കാലം ലൈറ്റ് നോക്കുവാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തൽക്കാലം ലൈറ്റ് ഇട്ട് കൊടുക്കും, വെറുതെ ലൈറ്റാക്കി കൊടുക്കുന്നു. അതിൻ്റെ ലൂമൻസ് ഒരു 3200 ആക്കി, ഇത്രേ ഉള്ളൂ. ഈ വരകൾ കാണുന്നുണ്ടല്ലേ, അതതിൻ്റെ സ്കെച്ചപ്പിൽ കിടക്കുന്നത്, അതൊന്ന് ഡിലീറ്റ് ചെയ്തേ. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ ഷോട്ടൊക്കെ വെറുതെ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട്. അതുപോലെ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് സ്കെച്ചപ്പിൽ മെറ്റീരിയൽ കയറി വന്നേക്കണം. തൽക്കാലം ഒരു വാൾ പെയിൻറ്റിൽ ഒരു ബേജ് കളർ ഈ വുഡിനെ ഒന്ന് നമുക്ക് ഡാർക്കാക്കി ഇച്ചിരി ഡാർക്ക്. ഓക്കെ, ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അതാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒന്ന് റെൻഡർ ചെയ്തെടുക്കാം എന്ന് വിചാരിക്കും. റെൻഡർ ചെയ്യണം. ഇപ്പോൾ ഇതിപ്പോൾ നോക്കുമ്പോൾ വലിയ കറക്റ്റായിട്ടില്ല. ഇതിനൊന്നും കൂടി മെച്ചപ്പെടുത്തണം, കുറച്ചും കൂടെ. കണ്ടോ, നമുക്കിവിടെ പ്രീസെറ്റുകളുണ്ട് കുറേ. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ D5 പ്രീസെറ്റ് കിട്ടും. അത് ഫോട്ടോഷോപ്പിലേക്കുള്ള പോലെ ലൈറ്റ് റൂമിലേക്കുള്ള കുറേ പ്രീസെറ്റുകൾ. ഞാൻ തൽക്കാലം ഒരു ഇൻറ്റീരിയർ ഡേ എന്ന് പറഞ്ഞ പ്രീസെറ്റ് ഓപ്പൺ ആക്കിയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് അത് വരുന്നുണ്ട്. പ്രീസെറ്റ് അപ്ലൈ ആയി കേട്ടോ. എന്താ ചെയ്യാം, ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി. എക്സ്പോഷർ കാറിലൊക്കെ ഓട്ടോമാറ്റിക്കലി പ്രീസെറ്റുള്ള കാരം വീണു. നമുക്കിനി സണ്ണ് വേണം. സണ്ണിന് ഞാനൊരു 203 മാറ്റി. സണ്ണ് വന്നു, റൊട്ടേറ്റ് ചെയ്തതാണ്. നമ്മുടെ വക കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് സണ്ണുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ ജനലിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് ഒന്ന് ഭംഗിയായിട്ട് അടിച്ചോട്ടെ. സ്കൈ ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം. പുറത്തുള്ള വെളിച്ചം ഭയങ്കര കൂടുതലാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാം. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം നമ്മുടെ ബെഡ്റൂം റെഡിയായി. ഞാൻ പെർസ്പെക്റ്റീവ് 2.0 ആക്കുന്നു, റെൻഡർ ചെയ്യുന്നു. 2K 4K 6K 16K വരെയുണ്ട്. തൽക്കാലം നമുക്കൊരു 1440 ഒരു സൈസിൽ റെൻഡർ ചെയ്തെടുക്കാം. റെൻഡറിങ് സ്പീഡ് നിങ്ങൾ നോക്കിയോ, എന്താ ഗ്രാഫിക്സ് കാർഡിൻ്റെ ആണെന്നൊക്കെ നിങ്ങൾ പറയാം. പക്ഷേ ഒരു സാധാരണ ഒരു ലാപ്ടോപ്പിലുള്ള ഒരു 3050 ഗ്രാഫിക്സ് കാർഡൊക്കെ ആണെങ്കിലും
ഒരു സാധാരണ ഇമേജൊക്കെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് റെൻഡറായി കിട്ടും. തൽക്കാലം ഒന്നും ഇങ്ങനെ സേവ് ചെയ്യാം. നമ്മളെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ മോഡൽ എക്സ്പോർട്ട് ചെയ്തു, ഒരു മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്തു, പില്ലോക്ക് ആഡ് ചെയ്തു, ഒരു പ്രീസെറ്റ് ഇട്ടു, സണ്ണും അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും നമ്മളാകെ ചെയ്തുള്ളൂ. നമുക്കൊരു എടുക്കാനുള്ളൊരു ഫോട്ടോ കിട്ടി, റെൻഡർ ചെയ്ത് കിട്ടി. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതാണ് നമ്മുടെ റെൻഡർ. എത്ര നേരം എടുത്തു? 10 മിനിറ്റ്. അതിനുള്ളിൽ കാര്യം കഴിഞ്ഞു. 10 മിനിറ്റ് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്ലാരിറ്റി ഇല്ലാത്തത് നമ്മൾ 1440 സൈസ് എടുത്ത് 4K കിട്ടുന്നെങ്കിൽ നമുക്ക് സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പണിയെടുക്കാണ്ട് ഒരു കാര്യം റെൻഡർ ചെയ്തു. ഇവിടെയൊക്കെ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെയെല്ലാം ആഡ് ചെയ്യാം. വേണമെങ്കിൽ മാർഷലിൻ്റെ സ്പീക്കറിനെല്ലാം ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ ബുക്കൊക്കെ വെക്കാം. ഒരുപാട് മോഡൽസ് ഉണ്ട് അതിൽ. അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഞാൻ ഒന്നും ചെയ്യാണ്ട് നേരെ എക്സ്പോർട്ട് ചെയ്ത മോഡലിനെ ഒരു ഇച്ചിരി ടച്ചപ്പ് ചെയ്തെടുത്താൽ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു റെൻഡർ കിട്ടി. നിങ്ങൾക്ക് വേറെ നല്ല കുറച്ച് റെൻഡർ കാണണമെങ്കിൽ ഞാൻ കുറച്ച് ബൊക്കെ ഷോർട്സ് എടുക്കാൻ നോക്കിയതാണ്. ഇങ്ങനത്തെ റെൻഡറാക്കി കിട്ടും. ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ഡിജിറ്റൽ ഡാവിഞ്ചി. കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ വർക്ക്സ് എല്ലാം. ഞാനൊരു 3D വിഷ്വലൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫീസിൽ യൂസ് ചെയ്യുന്നതും ഈ D5 റെൻഡറാണ്. ഇതൊക്കെ സിമ്പിൾ, പുറത്തൊന്നും ഇട്ടിട്ടില്ല, എൻവയോൺമെൻറ്റിലൊന്നും ഇല്ലാണ്ട് ആകുന്നൊരു ഇൻറ്റീരിയർ ഷോട്ടാണ്. നിങ്ങൾക്ക് ഇനി പ്രൊഫഷണലായിട്ട് നമ്മൾ വർക്കിന് വേണ്ടി എടുത്ത കുറച്ച് ഷോട്ടാണെങ്കിൽ ഇതേ ഒരു BMW കാറിൻ്റെ ഒരു ഷോട്ട്, ഇതൊക്കെ D5 എടുത്തതാണ്. ഇതേപോലെ ഉള്ള റെൻഡറൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് പറയുകയാണെങ്കിൽ D5. അത് ചുരുക്കി പറഞ്ഞാൽ ഒരു പണിയെടുക്കാണ്ട് റെൻഡർ ചെയ്യുക, അതാണ് പറയുക. പണിയെടുത്താൽ ഇതിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടും, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സൊക്കെ നിങ്ങൾ നോക്കണം. ലൂമിയോണൊക്കെ പോലെ ഭയങ്കര ഹെവിയൊന്നുമല്ല. പക്ഷേ ഗ്രാഫിക്സ് കാർഡ് ഒരു മിനിമം ഉണ്ടെങ്കിലാണ് അത് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ അത് ഗ്രാഫിക്സ് കാർഡിന് കുഴപ്പമില്ല. നമ്മുടെ D5 ആര് സപ്പോർട്ട് ഇപ്പോഴും ഇട്ടിട്ടില്ല, അത് വരും എന്നാണ് പറയുന്നത് ഫ്യൂച്ചറിൽ. അതായത് 2018 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗ്രാഫിക്സ് കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ NVIDIAയുടെ 1650 Ti, അല്ലെങ്കിൽ സാധാരണ 1650. പൊതുവെ എല്ലാ ലാപ്ടോപ്പിലും അതായിരുന്നു ആ സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പ്. അപ്പോൾ ആ ഗ്രാഫിക്സ് കാർഡിന് ഇപ്പോഴും സപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളത് മിക്കവാറും ഒരു 3050 ആയിരിക്കും NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ്. അതിനാണ് എൻ്റെ ലാപ്ടോപ്പ് അതാണ്. അപ്പോൾ അത് ആ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ അതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഇതൊരു 4060 Tiയുടെ ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റേതായ എഫിഷ്യൻസി ഉണ്ട്. പക്ഷേ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ഹാർഡ്വെയർ കുറവാണ്, അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ അല്ലെങ്കിൽ റാം കുറവാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈം കൂടും, റെൻഡർ ചെയ്ത് കിട്ടാനുള്ള സമയം കൂടും. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റില്ല ചിലപ്പോൾ എന്തോരം ആക്യുറേറ്റാണ് മോഡൽസ് കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ പണിയെടുത്ത് ട്വീക്ക് ചെയ്താലാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുള്ളൂ. അപ്പോൾ വീറെ പോലുള്ള സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം അതാണ്, നമ്മൾ ഒരുപാട് ട്വീക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുള്ളൂ. പക്ഷേ വീറെ അത്ര നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും വർക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഹാർഡ്വെയറിനെ പറയരുത് മോശമാണ്, കാശില്ല മേടിക്കാൻ, അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ ട്രൈ ചെയ്യുക, ഉള്ളത് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ലത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഞാൻ D5ൻ്റെ ഒരു ചെറിയൊരു കേപ്പബിലിറ്റീസ് കാണിക്കാനാണ് ഉദ്ദേശിച്ചത്. ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കുക, 5 ദിവസത്തേക്ക് പ്രോ വെർഷൻ എടുക്കുക എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ലൈഫ് ലോങ് അല്ല, ഇവർ സപ്പോർട്ട് കളയുന്നത് വരെ എങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക, പ്രോ വെർഷൻ യൂസ് ചെയ്യുക എന്നൊക്കെ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടിന് വരുന്നവരെ കാണാം. സോ see you on the next